ഹായ് ഓൾ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ബോട്ടിലായിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു ബോട്ടിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഏത് ബോട്ടിൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ നമ്മൾ തമ്പനയിൽ പറഞ്ഞ പോലെ അരി യൂസ് ചെയ്യാതെ ആ ഒരു എഫക്റ്റ് എങ്ങനെ നമുക്ക് ബോട്ടിൽ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ ബോട്ടിലിന് ഒരു ബേസ് കളർ നമ്മൾ കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ കളർ കൊടുക്കുന്ന പോർഷൻ പോയിട്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കാണിക്കുന്നത്. ഇത് പറയാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് കളർ കൊടുത്ത് ഉണങ്ങിയതിന് ശേഷം അതിൻ്റെ മുകളിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. ആദ്യം തന്നെ ബേസ് കളർ എന്തെങ്കിലും കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും കളർ ബേസ് കളർ കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ ടിഷ്യൂ സ്റ്റിക്ക് ചെയ്ത് വെച്ചാലും മതി. അല്ലെങ്കിൽ ഉള്ളിക്കോടെ നമുക്ക് ആ ഒരു കളർ ബോട്ടിലിൻ്റെ കളർ എടുത്ത് കാണിക്കാം. അപ്പോൾ ബേസ് കളർ കൊടുക്കുക എന്നുള്ളത് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു കളർ കൊടുത്തു. ഇനി അതിനുശേഷം ഇതാണ് നമ്മൾ അരിക്ക് പകരമായിട്ട് യൂസ് ചെയ്യുന്ന സംഭവം. അപ്പോൾ ഇതെന്താണെന്നറിയോ, ഇത് വൂളാണ് കേട്ടോ. വൂളെന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മൾ ക്രാഫ്റ്റൊക്കെ ചെയ്യാൻ യൂസ് ചെയ്യും. അതുപോലെ തന്നെ കമ്പിളി നൂല് എന്ന് പറയില്ലേ, അതാണ് കേട്ടോ. ഇത് നിറ്റിംഗ് ഒക്കെ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വൂളിൻ്റെ നൂലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ സിസേഴ്സ് യൂസ് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസസ് ആയിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നോക്കിയപ്പോൾ കട്ട് ചെയ്ത് വീഴുമ്പോൾ ഇതുപോലെ ഇരിക്കും. നിങ്ങൾ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ, ഇത് വെച്ച് ചെയ്യുന്നവരാണെങ്കിൽ പീസസ് ഒക്കെ നമുക്ക് എക്സ്ട്രാ ഉണ്ടാവും, കട്ടിങ് ബാക്കി ഉണ്ടാവും. അത് യൂസ് ചെയ്താൽ മതി. അതുപോലെ ബാക്കി വന്ന വൂളിൻ്റെ പീസസാണ് ഇത്. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പീസസ് വേറൊരു ക്രാഫ്റ്റ് ചെയ്തതിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് പല കളേഴ്സ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ സിംഗിൾ കളർ യൂസ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് ആ ഒരു കളർ ബോട്ടിലിൽ എടുക്കേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നമ്മൾ കളർ ചൂസ് ചെയ്യും. അപ്പോൾ ഇനി നമ്മൾ ബോട്ടിലെടുത്തിട്ട് ബോട്ടിലോട്ട് നമ്മൾ ഫുള്ളായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എവിടേക്കാണോ നമുക്ക് ഈ ഒരു വർക്ക് വേണ്ടത് അവിടെയെല്ലാം നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യും. എന്നിട്ട് ഈ വൂൾ എടുത്തിട്ട് നല്ല കട്ടിയിൽ വെച്ച് കൊടുക്കും. ചെറുതായല്ല, കുറച്ച് നന്നായി കട്ടിക്ക് ഈ വൂള് നമ്മൾ കട്ട് ചെയ്ത വൂള് നമ്മളിങ്ങനെ ഈ കാണുന്ന പോലെ നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കാം. ഓക്കെ. അപ്പോൾ അധികം തിന്നാക്കി വെക്കരുത്, നമുക്ക് നന്നായി ഉണങ്ങണം. കുറച്ചധികം ഗ്ലൂ തന്നെ നമ്മൾ ബേസ് കോട്ട് ഉണങ്ങിയതിന് ശേഷം ഇടണം കേട്ടോ. അപ്പോൾ ഇതുപോലെ വൂള് ഇട്ട് ഒട്ടിച്ച് കൊടുക്കുക. ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കുക. നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണേ. നല്ല കട്ടിക്ക് വെച്ച് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ അത് നമുക്ക് ഭംഗിയൊന്നും നോക്കണ്ട. കുറച്ച് കഴിയുമ്പോൾ ഭംഗി അതിൻ്റെ മാറ്റം വരും നമുക്കിത്. എന്നിട്ട് ഇതുപോലെ കൈ കൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാലാണ് അത് വൂള് ആയതുകൊണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കാൻ ചാൻസസ് ഉണ്ട്. അല്ലെങ്കിൽ അത് വൂള് ഒട്ടില്ല അതിൻ്റെ ബേസ് കോട്ടിൽ. അതുകൊണ്ടാണ് നമ്മൾ നന്നായി പ്രസ് ചെയ്യണമെന്ന് പറയണത്. ഓക്കെ. എന്നിട്ട് നന്നായി ഇത് ഉണങ്ങാൻ വെക്കണം. ഇതൊന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് തട്ടണ്ട, നന്നായിട്ട് പ്രസ് ചെയ്ത് അങ്ങ് വെച്ചാൽ മതി. ഞാൻ പക്ഷേ തട്ടിയപ്പോൾ പിന്നെയും ഞാൻ വീണ്ടും എനിക്കത് ഇടേണ്ടി വന്നു. കുറേ ഭാഗത്തൊക്കെ പോയി അത്. അപ്പോൾ നമ്മൾ ഇത് നന്നായി പ്രസ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കൈ സൈഡിൽ വെച്ചിട്ടൊന്ന് ഇതാക്കി കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് തട്ടിക്കളയണമെന്നില്ല, ഉണങ്ങി കഴിയുമ്പോൾ തട്ടിക്കൊടുത്താൽ മതി. നന്നായി പ്രസ്സിങ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ നന്നായിട്ട് പ്രസ് ചെയ്യാം. അപ്പോൾ ഗ്ലൂ ഇട്ടോടത്ത് മാത്രമേ അത് സ്റ്റിക്കാവുള്ളൂ. ബാക്കി ഭാഗത്ത് നിൽക്കണതിനൊന്നും ഒരു പ്രശ്നമില്ല. നമുക്കതൊന്നും കുഴപ്പമുള്ള കാര്യമല്ല. നമുക്ക് എന്തോരം വേണമെങ്കിലും അതിൻ്റെ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഒന്നും കൂടെ അത് പ്രസ് ചെയ്യാണ്. തട്ടിക്കളഞ്ഞപ്പോൾ പല സ്ഥലത്തും പോയി കണ്ടോ. അപ്പോൾ അതുപോലെ നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ വേഗം പല സ്ഥലങ്ങളും ഫില്ലാവാതെ ഗ്ലാസ് ബോട്ടിൽ കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ല കട്ടിക്ക് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നന്നായിട്ട് കൈ വെച്ച് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇനി ഇത് ഉണങ്ങാൻ വേണ്ടി വെക്കാം. ഓക്കെ. പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ നമുക്ക് വെയിലത്ത് കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഇത് ഉണങ്ങിയിട്ടുണ്ട്. ഇനി ഉണങ്ങിക്കഴിഞ്ഞാൽ എടുത്തതിന് ശേഷം ഇതുപോലെ കൈ കൊണ്ട് ഇങ്ങനെ നമ്മൾ ആക്കി കൊടുക്കുക. കണ്ടോ, ഗ്ലൂല് പിടിച്ചതൊക്കെ അവിടെ ഇരുന്നു. ബാക്കി എല്ലാതും ഇതുപോലെ ഇങ്ങനെ പോരും. നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഗ്ലൂല് പിടിച്ച ഒരിത് മാത്രമാണ് അവിടെ ഇരിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ഒരു ബേസ് കോട്ടും കൂടെയാണ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ. കറക്റ്റ് ഒരു ഫിനിഷിങ് കിട്ടണമെങ്കിൽ ഇനിയും ഉണ്ട്. ഇത് നന്നായിട്ട് നമ്മളിങ്ങനെ ഒന്ന് തുടച്ച് കൊടുക്കുക കൈ കൊണ്ട്. അപ്പോൾ ഇത്രയും ആയി കണ്ടോ. കുറേ പോയി, ഇതൊക്കെ വീണതാണ്. ഇത് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം താഴെയുള്ളത്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അതിൻ്റെ മുകളിൽ നമ്മൾ വീണ്ടും ഗ്ലൂ ഇട്ട് കൊടുക്കണം. ഓക്കെ. അപ്പോൾ കുറച്ച് കട്ടിയിൽ തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നന്നായിട്ട് ഗ്ലൂ ആക്കി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മളിതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഗ്ലൂ. അത്രേ ഉള്ളൂ. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെയാണ്. ഇപ്പോൾ നമ്മൾ വൂളിൻ്റെ മുകളിലാണ് ഗ്ലൂ അപ്ലൈ ചെയ്യണത് എന്ന് മാത്രം. ഇതിപ്പോൾ നമുക്ക് ബേസ് കോട്ട് ടിഷ്യൂവിൽ ചെയ്യുകയാണെങ്കിലും ഇതേപോലെ തന്നെ 2 കോട്ടെങ്കിലും ഇടണം. എന്നാലാണ് ആ ഒരു വൂളായതുകൊണ്ടാണ് കേട്ടോ 2 കോട്ട് ഇടണം എന്ന് പറയുന്നത്. അപ്പോൾ കൈ കൊണ്ടൊക്കെ ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണ് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് അതുപോലെ ചെയ്യാം കേട്ടോ.
ഇനി എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ആ വൂളിൻ്റെ ഉണ്ടല്ലോ നമ്മൾ നേരത്തെ ബോട്ടിലിൽ നിന്നും തട്ടി മാറ്റിയത് അത് എടുത്തിട്ട് ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നന്നായിട്ട് പ്രസ് ചെയ്ത് നല്ല കട്ടിക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അത് തന്നെ യൂസ് ചെയ്യാം, വേറെ വേണമെങ്കിൽ വേറെ യൂസ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് കട്ടിയിൽ തന്നെ ഇട്ട് കൊടുക്കണം എന്ന് മാത്രം. എന്നാലാണ് നമുക്കത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അത് ആ ഗ്ലൂ ആയതുകൊണ്ട് നന്നായി സ്റ്റിക്ക് ചെയ്ത് ബാക്കി പ്രൊജക്ഷൻ വരുള്ളൂ. ഇതുപോലെ നന്നായി സ്റ്റിക്ക് ചെയ്തതിന് ശേഷം കൈ കൊണ്ട് നന്നായി പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഗ്ലൂ നമ്മൾ കുറച്ച് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ആ ഗ്ലൂവിലോട്ട് നന്നായി ഉള്ളിലോട്ട് കയറി നന്നായി പ്രസ് ആവണം കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മളിപ്പോൾ ഈ ഇങ്ങനെ കാണിക്കുന്നത്. ഇതുപോലെ കൈ വെച്ചൊന്ന് ഇങ്ങനെ കുപ്പി ഇങ്ങനെ ആക്കി കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതിൻ്റെ ഉള്ളിലോട്ട് ആ ഗ്ലൂ ആയി കിട്ടിക്കോളും. അപ്പോൾ നമുക്ക് ഇനി ഇത് നന്നായിട്ട് ആക്കിയതിന് ശേഷം ഈ ബോട്ടിൽ നമ്മൾ നന്നായി ഉണങ്ങാൻ വയ്ക്കാം. പെട്ടെന്ന് ഉണങ്ങണമെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെയിലത്ത് വെക്കാം കേട്ടോ. സൈഡിലൊക്കെ ആയതൊന്നും കുഴപ്പമില്ല, ഉണങ്ങിക്കഴിയുമ്പോൾ അതെല്ലാം പോയിക്കോളും. അപ്പോൾ ഉണങ്ങിയതിന് ശേഷം നമുക്കിനി ബാക്കി നോക്കാം. അപ്പോൾ അതാ ഈ ബോട്ടിൽ ഇപ്പോൾ ഉണങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതാ കണ്ടോ, കുറച്ചേ പോകുന്നുള്ളൂ, ബാക്കിയെല്ലാം ഗ്ലൂവിൽ ഒട്ടിയിട്ടുണ്ട്. നേരത്തെ പോലെ കുറേ ഒന്നും പോകുന്നില്ല, കുറച്ചേ പോകുന്നുള്ളൂ. ഗ്ലൂ ആയിട്ടുള്ള ഭാഗങ്ങൾ മാത്രമേ പോകുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഒരു സൈഡിലൊന്നും വേണ്ടാത്ത ഭാഗങ്ങൾ ഇങ്ങനെ ഗ്ലൂ ഇടാത്ത ഭാഗങ്ങളിൽ ഇതുപോലെ ഇങ്ങനെ നിൽക്കും. അടിഭാഗമൊക്കെ ഇങ്ങനെ ഗ്ലൂവിൽ ഒട്ടിയിട്ടുണ്ടാവും. മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ നിൽക്കുന്നതുണ്ടെങ്കിൽ അത് നമ്മളൊരു സിസേഴ്സ് യൂസ് ചെയ്തിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഗ്ലൂ ആയ ഭാഗത്ത് നന്നായി സ്റ്റിക്കാവും, ഗ്ലൂ ആവാത്ത ഭാഗത്ത് ഇങ്ങനെ പൊന്തി നിൽക്കില്ലേ, ആ ഭാഗങ്ങളാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ അത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മൾക്ക് അറിയാമല്ലോ എങ്ങനെയാണ് നമ്മുടെ ബോട്ടിൽ വരേണ്ടതെന്ന്. അപ്പോൾ ആ ഒരു വിധത്തിൽ നമ്മൾ കട്ട് ചെയ്ത് കളയാം. അതുപോലെ തന്നെ മുകളിലും അടിഭാഗത്തും അതെങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊരു പെർഫെക്ഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിങ്ങനെ പൊന്തി ഒട്ടാത്ത പോലെ നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ നോക്കി ഈ മുകളിലൊക്കെ ഇതുപോലെയൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. അപ്പോൾ അടിഭാഗവും അങ്ങനെ തന്നെ നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒട്ടാത്ത വൂള് നിൽക്കുന്നത് കട്ട് ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ നെക്കിന് ഒരു ഡിസൈൻ കൊടുക്കുകയാണ് കേട്ടോ. ഇതൊരു വൂള് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കിയൊരു പൂവാണ് കേട്ടോ. അത് ഞാൻ വെറുതെ ആ നെക്കിൻ്റെ ആ സൈഡിൽ ഇങ്ങനെ കെട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ആ നെക്കിന് വേണമെങ്കിൽ വേറൊരു കളർ കൊടുക്കാം, അല്ലെങ്കിൽ ആ നെക്കിൻ്റെ ആ ഒരു ഭംഗി എടുത്തറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വൂള് കൊണ്ട് തന്നെ ചുറ്റി കൊടുക്കില്ലേ നമ്മൾ സാധാരണ, വൂളോ ത്രെഡോ എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് അങ്ങനെയും നമുക്ക് ചെയ്യാം കേട്ടോ. അതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. അവിടെ ഇപ്പോൾ വേറെ ടിഷ്യൂ പോലെ എന്തെങ്കിലും ഒട്ടിച്ച് വെച്ചിട്ട് കൊടുക്കാം, നെക്കിന് ഒരു വെറൈറ്റി ഡിസൈൻ കൊടുക്കാം. അതല്ല നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഈ വൂൾ ഡിസൈൻ തന്നെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ കൊടുക്കാം കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാനിപ്പോൾ ഈ ഒരു വൂള് കൊണ്ട് ഒരു പൂ പോലെ ഉണ്ടാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഈ വൂളിൻ്റെ പൂ എല്ലാവർക്കും അറിയാമല്ലോ, പോം പോലെ ഉണ്ടാക്കിയിട്ട് ഒരു പൂ പോലെ ആക്കിയതാണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ബോട്ടിൽ എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം കേട്ടോ. കണ്ടോ, ഈ ഒരു ബോട്ടിൽ നമ്മൾ അരി വെച്ച് ചെയ്ത പോലെ തന്നെ ഇരിക്കും. വൂളാണെന്നുള്ളൊരു വ്യത്യാസം നമുക്ക് കണ്ടാൽ മനസ്സിലാവും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഒരു കളർഫുള്ളായിട്ട് നമ്മളുടെ ബോട്ടിൽ എടുക്കാം. അരിയൊക്കെ യൂസ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ചിലപ്പോൾ കിട്ടിയെന്നൊന്നും വരില്ല, വീട്ടിൽ സംഭവിച്ചൊന്നും വരില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളും. പിന്നെ നമുക്ക് അരിയൊക്കെ നമ്മൾക്ക് വേസ്റ്റ് ആക്കണ്ടല്ലോ ഇതുപോലെ ബോട്ടിലൊന്നും ഇട്ടിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മളുടെ വൂള് നമുക്ക് യൂസ് ചെയ്താൽ മതി. നമ്മൾക്ക് അടിപൊളിയായിട്ടുള്ള ബോട്ടിലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇത് നമ്മൾ അന്ന് ഉണ്ടാക്കിയ ബെറിപ്പൂക്കളാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫോട്ടോസൊക്കെ ഒന്ന് അയച്ചു തരണം കേട്ടോ. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജിലോ ആർച്ചൂസ് ടേസ്റ്റ് ആൻഡ് പാഷൻ എന്ന് പറഞ്ഞ പേരിലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുമ്പോഴേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ. താങ്ക് യു ഓൾ.